നമസ്കാരം. പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ലാതെ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. പുതിയ കാര്യങ്ങൾ ധാരാളമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഉറവ വറ്റാത്തതാണ് നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. 2/3 കടലാണ്. ഭൂമിയുടെ 2/3 70% ജലമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും വിഷയദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ഇത്രയും ദിവസത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നലെ എനിക്ക് നമ്മുടെ എഡിറ്റർ രാജേഷ് എന്നോട് പറഞ്ഞു, കുറച്ച് നേരത്തെ കണ്ടന്റ് തരാമോ, എനിക്ക് വൈകുന്നേരം കുറച്ച് പണിയുണ്ട്, നേരത്തെ തരാമോ. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, 1000 ദിവസമാണ് നാളെ. 1000 ദിവസമാണ്. ഇതെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നാളെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് 1000 ദിവസം. വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. എങ്ങനെയാണ് ഒരേ വിഷയം 1000 ദിവസം മുടങ്ങാതെ 10 മിനിറ്റ്, 12 മിനിറ്റ്, 15 മിനിറ്റ് സംസാരിക്കുക. എന്തോ ഒരു ഭാഗ്യം സിദ്ധിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് മുൻകൂട്ടി നിശ്ചയിച്ചതല്ല. പാഴായ 1000 പകൽക്കിനാവുകൾ എന്നാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്. ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതിലൂടെ. പക്ഷെ യാഥാർത്ഥ്യമാകുന്നത് വളരെ 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 കുറവാണ്. ഇത് തുടങ്ങുന്നത് യാദൃച്ഛികമായിട്ടാണ് തുടങ്ങുന്നത്. തുറമുഖത്ത് വരേണ്ട ക്രെയിനുകൾ, ആദ്യമായിട്ട് ക്രെയിൻ കൊണ്ടുവരുന്ന വാർത്ത വരുമ്പോൾ ക്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടതായിട്ട് അറിയുന്നു. ഷാങ്ഹായിൽ നിന്ന് പുറപ്പെടുന്നു. പക്ഷേ ഇവിടെ എത്തുന്നതിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് അന്നേരമേ ഈ ട്രാക്കിംഗ് ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു 5 ദിവസത്തോളം ഷെൻഹുവ 15 ഷെൻഹുവ 15 കപ്പൽ ഒരു 5 ദിവസത്തോളം ഷാങ്ഹായ് പരിസരത്ത് തന്നെ എന്താണ് പറയുക, ഒരു ഡ്രിഫ്റ്റിംഗ് മോഡിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ എല്ലാവർക്കും ആകാംക്ഷയായി, എപ്പോഴാണ് കപ്പൽ, ആദ്യമായിട്ടൊരു കപ്പൽ വരികയാണ്, എപ്പോഴാണ് കപ്പൽ വരിക, എപ്പോഴാണ് ക്രെയിൻ കൊണ്ടുവരിക എന്നൊരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് അവതരിപ്പിച്ചു, ക്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, കപ്പൽ ഷെൻഹുവ 15 പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു 2-3 മിനിറ്റ് ആയിരിക്കാം. പിറ്റേ ദിവസം അത് തന്നെ പറയേണ്ടി വരുന്നു, കപ്പൽ നീങ്ങുന്നില്ല അവിടെ നിന്ന്. അങ്ങനെ എങ്ങനെയാണ് ആളുകളോട് അത് മാത്രം പറയുക എന്ന് പറഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ മറ്റു ചില കാര്യങ്ങൾ, നമ്മുടെ തുറമുഖത്തിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെയാണ് ഇതൊരു ദൈനംദിന പരിപാടിയായി വളർന്നത്. പക്ഷേ 1000 ദിവസം എത്തുമെന്ന് ഒരിക്കൽ പോലും തുടക്കത്തിൽ ചിന്തിച്ചിട്ടില്ല. ആദ്യത്തെ ക്രെയിൻ വരുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ കപ്പൽ ചരക്കിറക്കുന്നതോടുകൂടി ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ആദ്യം തോന്നിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ പ്രേക്ഷകരുടെ പിന്തുണയായിരിക്കാം, കാണുന്നവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു, വിമർശിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, നിരുത്സാഹപ്പെടുത്തുന്നു, തെറി വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. വലിയ ഭീഷണി പോലും ഉണ്ടായി. അതിലൊന്നും കാര്യമില്ലെങ്കിലും ഈ ചെറിയ പരിപാടി അത്തരത്തിലും ആളുകൾ സമീപിച്ചു എന്നുള്ളിടത്ത് അതൊക്കെ കൊണ്ടാണ് ഇത് ഏകദേശം 3-3.5 വർഷമെന്ന് പറയാം. 2023 ഒക്ടോബർ മാസത്തിലാണ് തുടങ്ങിയത്. അപ്പോഴാണ് ഈ കപ്പൽ അവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇപ്പൊ ഏകദേശം കൃത്യമായി എനിക്കിതില്ല, രാജേഷ് കൃത്യമായി ഓരോ ദിവസം എഴുതി കാണിക്കുന്നുണ്ടല്ലോ ദിവസം. ഇന്ന് 1000 ദിവസമാണ്. അതുകൊണ്ട് തന്നെ തോന്നുന്നു ഇതിനി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നിരാശ കൊണ്ടല്ല, നമ്മൾ ദിവസവും പറയുന്നു, പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു, പല രൂപത്തിൽ പറയുന്നു. ഇതാരും ഗൗനിക്കാതെ, ഒരു പ്രയോജനമില്ലാതെ കലം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ മലയിലോട്ട് കല്ല് ഉരുട്ടിക്കയറ്റി വീണ്ടും താഴോട്ടിടുന്ന പ്രക്രിയ പോലെ എനിക്ക് തോന്നുന്നു, രാജേഷിന് തോന്നുന്നു, സിന്ധുവിന് തോന്നുന്നു. 2 എഡിറ്റേഴ്സാണ്. ആ 2 എഡിറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് മുടങ്ങാതെ മുന്നോട്ട് പോയത്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണമോ അതോ ഇത് അവസാനിപ്പിക്കണമോ എന്നുള്ളൊരു ചിന്തയാണ് മറ്റു വിഷയങ്ങളൊന്നും തെരഞ്ഞെടുക്കാതെ ഇത് മാത്രമെന്ന് സംസാരിക്കാം എന്ന് കരുതിയത്. കഴിഞ്ഞ 30 വർഷവും നിരന്തര സമരങ്ങളായിരുന്നു.
പോർട്ട് വരണമെന്ന് പറയുന്നത് പോലെ തന്നെ പോർട്ട് ജനങ്ങൾക്ക് അനുകൂലമാവണം, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാവണം എന്നുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ട് 2014 ഒരു നിരാഹാര സമരം നടത്തി. ഞങ്ങൾ 10 പേർ 5 ദിവസം, 10 പേരായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, 10 പേർ. എന്തായിരുന്നു? വ്യവസ്ഥകളിൽ മാറ്റം വരണം. കരാറല്ല, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പോർട്ടിന്റെ നിർമ്മാണവുമായി അദാനി ചിത്രത്തിലില്ല, നമ്മൾ വയ്ക്കുന്ന വ്യവസ്ഥകളിൽ മാറ്റം വരണം. കൺസീവ് ചെയ്തിരിക്കുന്നത് കേവലം 10 ലക്ഷമാണ്, അത് തീരെ കുറഞ്ഞുപോയി, അത് വിപുലപ്പെടുത്തണം. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പദ്ധതി റീഡിസൈൻ ചെയ്യപ്പെടണം. അങ്ങനെയുള്ളൊരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് 5 ദിവസം നിരാഹാര സമരം നടന്നത്. അതായിരുന്നു ഞാൻ ഓർക്കുന്ന 30 വർഷത്തിനിടയിൽ നേരിട്ട ഒരു പ്രത്യക്ഷ സമരവും. മറ്റതൊക്കെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിൽ ഇത് ഗവൺമെന്റിനെ തന്നെ കോർണർ ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ സമരം. ഇപ്പോൾ ഏകദേശം ആ സമരം നടന്നിട്ട് ഏകദേശം 12 വർഷം പിന്നിടുന്നു. 2014 ആ സമരം. 12 വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് പങ്കാളിത്തവുമില്ല, ജനങ്ങൾക്ക് പ്രയോജനവുമില്ല. ഇന്നലെ ഒരു ചായക്കടയുടെ ദൃശ്യം കാണിച്ചല്ലോ. യഥാർത്ഥത്തിൽ പോർട്ടിന്റെ വികസനം പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ ഒക്കെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ളതാണ് ആ കട. ഗേറ്റിന് പുറത്ത് നിർജീവമാണ്. കുറച്ച് ഊഹക്കച്ചവടങ്ങൾ, ഭൂമിയിൽ കുറച്ച് ഊഹക്കച്ചവടങ്ങളും മോഹവിലകളും അല്ലാതെ തലസ്ഥാനത്ത് പ്രോജക്റ്റിന്റെ ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്തരം കാരണങ്ങൾ കൊണ്ട് നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. 10 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ പോർട്ട്, ഓഫ്ഷോർ പോർട്ട്, ടോപ്പ് ട്രിവാൻഡ്രം ഓഫ്ഷോർ പോർട്ട് ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴും ഒച്ചിഴയുന്ന തരത്തിലാണ് പ്രതികരണം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും. അങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പുതിയ ആരെങ്കിലും, ഞാൻ തന്നെ ഒരിക്കൽ പറഞ്ഞ് വേറെ ആരെങ്കിലും ഇടയ്ക്ക് വന്ന് ഈ ദൗത്യം ഏറ്റെടുക്കാമെങ്കിൽ, ഇടയ്ക്കെങ്കിലും ആരെങ്കിലും വന്ന് സംസാരിക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. കാര്യമായിട്ടൊരു റെസ്പോൺസും അതിലുണ്ടായില്ല. അപ്പോ അങ്ങനെ ഇത്രയും നിരന്തരം സംസാരിച്ച് എനിക്ക് തന്നെ തോന്നുന്നു ഇത് പ്രേക്ഷകർക്ക് തന്നെ ഒരു മടുപ്പുളവാക്കിയിട്ടുണ്ട്. ഇനി സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് പറയുന്നത് പോലെ 1000 ദിവസം തികച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി ഇത് അവസാനിപ്പിച്ചാലോ എന്നുള്ളതാണ് ചിന്ത. പ്രേക്ഷകരുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഇപ്പോ 20 ലക്ഷം എന്ന വലിയ സംഖ്യയിലോട്ടെത്തി. 1000 കപ്പലുകൾ ഈ അടുത്ത മാസം ജൂൺ മാസത്തിൽ 1000 കപ്പലുകൾ, ലോകത്തിലെ ഏറ്റവും വമ്പൻ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകളുടെ നിര തന്നെ വന്നു. ഇനി അതുപോലുള്ള കപ്പലുകളുണ്ട്. മേഴ്സ്കിനുണ്ട്, CMA CGMനുണ്ട്, ഹപാക് ലോയിഡിനുണ്ട്, എവർഗ്രീനുണ്ട്, കോസ്കോയ്ക്കുണ്ട്. എല്ലാവരുടെയും കപ്പലുകൾ ഇനി വരും. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലോട്ട് കടക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നില്ലെങ്കിൽ ഈ അധര വ്യായാമം നിർത്തിക്കൂടെ എന്നാണ് ഒരു സംശയം എനിക്ക് തോന്നുന്നത്. അതിനിടയ്ക്കൊരു രജതരേഖ, ഒരു വെള്ളിരേഖ എന്ന് പറയുന്നത് പുതിയ സർക്കാരിന്റെ, പുതിയ മുഖ്യമന്ത്രിയുടെ തുറമുഖത്തോടും കടലിനോടും ഒക്കെയുള്ള ഒരു സമീപനമാണ്. അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത്, വലിയ പോർട്ടുകൾ, വലിയ വിമാനത്താവളങ്ങൾ, വലിയ കെട്ടിടങ്ങൾ മാത്രമല്ല വികസനം, അതിന്റെ പ്രതികരണങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഇത് യഥാർത്ഥ വികസനമല്ല എന്ന് പറഞ്ഞത് കഴിഞ്ഞ 30 വർഷമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യമാണ്. അപ്പൊ അതൊന്നും നടക്കാതെ വരുന്നത് കൊണ്ടാണ് ഇത് നിർത്തണം എന്ന് തോന്നുന്നത്. മാത്രമല്ല പ്രേക്ഷകരല്ലാത്തവരും ഒരു ഇൻഫോംഡ് സൊസൈറ്റിയായി മാറിക്കഴിഞ്ഞു. സെയിലിംഗ് കമന്ററിക്ക് അറിയാത്ത കാര്യങ്ങൾ പലതും ഇന്ന് പ്രേക്ഷകർക്കറിയാം. പലപ്പോഴും പ്രേക്ഷകർ പറഞ്ഞിട്ടാണ് സെയിലിംഗ് കമന്ററി ആ വിഷയം അവതരിപ്പിക്കാറ് തന്നെയുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇത് മുന്നോട്ട് പോകണമോ അവസാനിപ്പിക്കണമോ എന്ന് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. 10 കോടി എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം നമ്മൾ കുറച്ചു നാളായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ ഒരു മറൈൻ മാൾ, ഇത് ഞാൻ 2014 എഴുതിയതാണ്. മനോരമ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ എഴുതിയതാണ്. കേരളം മുഴുവൻ മംഗലാപുരം പോർട്ട് തൊട്ട് തൂത്തുക്കുടി പോർട്ട് വരുന്ന വിധത്തിൽ 3 സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തി കേരളം മുഴുവൻ ഒരു മറൈൻ മാൾ എന്ന് പറയുന്ന ഒരു ആശയവും ഞാൻ മുന്നോട്ട് വെച്ചിരുന്നു. ഭാവിയിൽ എപ്പോഴെങ്കിലും ഒക്കെ നടക്കുമായിരിക്കാം. നമ്മൾ സംസാരിച്ചില്ലെങ്കിലും പുതിയ തലമുറ ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. അതുകൊണ്ട് അവരാ ദൗത്യം അവരേറ്റെടുക്കട്ടെ. സാർത്ഥവാഹക സംഘം മുന്നോട്ട് തന്നെ പോകും എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ
പറഞ്ഞു നിർത്തുന്നുള്ളൂ.